നമസ്കാരം. കേരള പോലീസ് ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയാതെ വയ്യ. സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ ഭൂമി തട്ടിപ്പ് കേസിൽപ്പെട്ടു. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP അനധികൃത സ്വത്ത് സമ്പാദനം, സ്വർണ്ണക്കടത്ത് പോലെയുള്ള വിവാദങ്ങളിൽപ്പെട്ടു. അതോടൊപ്പം തന്നെ താഴേക്കിടയിലുള്ള പല ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ പോലും പല പോലീസ് ഉദ്യോഗസ്ഥരും ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ കേരള പോലീസിൻ്റെ ഡ്യൂട്ടി പാർട്ടി ഓഫീസുകളിൽ നിന്ന് ആജ്ഞാപിക്കുന്ന ആജ്ഞകൾ ശിരസ വഹിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ സമീപകാല സംഭവങ്ങൾ പലതും അതാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവിനെ കാത്തു സംരക്ഷിക്കേണ്ട ചുമതലയും കേരള പോലീസിനാണ് എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവും കേരള പോലീസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. കാരണം ഏറ്റവും വില പിടിപ്പുള്ള വസ്തുവാണ് പിണറായി വിജയൻ സാർ. അതുകൊണ്ടാണല്ലോ ഇത്രയും അധികം പോലീസുകാരുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിപ്പോൾ പറയാൻ കാരണം നമ്മുടെ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ, അതായത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ, മെക്സിക്കോയിലും അതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത തരം കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് പേരൂർക്കട വഴയിലയിൽ പുതിയ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിനായി 2 ക്രൈംബ്രാഞ്ചിലെ SHOയും അതുപോലെ മറ്റൊരു SHOയും കൂടി ചെല്ലുകയും ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ തമ്മിൽ പിന്നീട് ഏറ്റുമുട്ടുകയും ഉള്ള ഒരു സന്ദർഭമുണ്ടായിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗം തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോട്ടൽ ഉടമയുടെ സൽക്കാരം സ്വീകരിക്കാനായി ഒരു SP എത്തിയത് കുടുംബസമേതത്തോടു കൂടിയാണ് എന്നും അത് നമ്മളാരും പറയുന്നതല്ല. ഇനി അതിൻ്റെ പേരിൽ ശ്രീപുര സാറെ റെയ്ഡ് നടത്തരുത്, താങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടാണത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഗുണ്ടകൾ ഒരു ബാറിൽ അഴിഞ്ഞാടി. എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം രാവിലെ വീട്ടിൽ നിന്ന് ഏതൊരു വ്യക്തിയും ഇറങ്ങിയിട്ട് തിരിച്ച് ചെന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. സാറേ, ഇനി കലാപാഹ്വാനം നടത്തിയെന്ന് പറഞ്ഞു, കേരളത്തിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത കേസ് എടുക്കരുത്, ഉള്ള സത്യം പറഞ്ഞതാണ്. അല്ല, സുമേഷേ, ഒരു നാട്ടില് ഒരു നിയമപാലനം നടക്കുന്നു, ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ കാണുന്നത് ഈ പോലീസിന്റെ ഈ നിഷ്ക്രിയത കാണുമ്പോഴാണ്. അത് ലോക ചരിത്രത്തിൽ നമ്മൾ ഏത് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും തകർച്ച തുടങ്ങുന്നത് അവിടെ നിയമപാലനത്തിന് നിയമിച്ചിട്ടുള്ള പോലീസോ സൈനികരോ അർദ്ധസൈനികരോ അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാർ, അതായത് നിയമപാലനം നടത്താനുള്ള ഉദ്യോഗസ്ഥന്മാർ വെറും ഒരു ഭരണകൂടത്തിൻ്റെ ഉപകരണം മാത്രമായി മാറുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുക എന്ന അടിസ്ഥാന ലക്ഷ്യം നിറവേറ്റാതെ ഈ നിയമപാലകരായ ഈ പോലീസുകാരെ ഭരണകൂടത്തിൻ്റെ വെറും ഒരു കാവൽ നടത്താൻ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ഗ്രൂപ്പായി മാത്രം മാറുമ്പോൾ ആ രാജ്യം തകരുന്നതാണ് സാധാരണ കാണുന്നത്. അത് ലോക ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലെ ഒരു തകർച്ച, കേരളത്തിൽ വല്ലാത്തൊരു സാമൂഹ്യ തകർച്ച ഉണ്ടാകാൻ പോവുകയാണ് ഈ ഗവൺമെന്റ് തുടക്കത്തിൻ്റെ കാലം മുതൽ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരുപക്ഷെ മുമ്പ് ചില ഗവൺമെന്റുകൾ തുടങ്ങി വെച്ചതിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും ഇത്രയും ശക്തമായതും ഇത്രയും രൂക്ഷമായതും പോലീസ് വെറും ഒരു ഉപകരണം മാത്രമായി, അതായത് അടിച്ചമർത്തൽ ഉപകരണം, അതായത് ജനങ്ങളെ അടിക്കാനും അടിച്ചമർത്താനും വേണ്ടി മാത്രമുള്ള ഭരണകൂടത്തിന്റെ ഒരു മർദ്ദനോപകരണം മാത്രമായി മാറുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇപ്പോ ഇത്രയും ഒരു കാലഘട്ടത്തിലും എൻ്റെ അറിവായ കാലത്തിൽ ഇത്രയ്ക്കും പോലീസ് അധപതിച്ച ഒരു കാലമില്ല. കാരണം ഇവിടെ നവകേരള സർക്കിട്ട് നടന്നപ്പോൾ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച ഗൺമാനെ അത് കോടതിയെ പോലും കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവിടെയാണ് അത് ഒരു എന്താണ് നിയമസംഹിതയോടോ കോടതികളോടോ ഒന്നിനോടും പൊതുജനങ്ങളോടോ ആരോടും ഈ ഭരണഘടനയോടോ ആരോടും യാതൊരുവിധ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ആദരവോ ഇല്ലാത്തൊരു വർഗം ആ ഒരു ഗൺമാനെ ഇത്രയും സംരക്ഷിച്ചുകൊണ്ട് ഒരു വർഷമായിട്ട് പോലീസിന് കേസ് കൊടുത്തു. പോലീസ് അത് തെളിവില്ല എന്ന് പോലീസ് കേസെടുക്കാൻ പഠിച്ചു. അതിനുശേഷം അയാൾ കോടതിയെ സമീപിച്ചപ്പോഴത്തേക്കാണ് കേസെടുക്കാൻ തയ്യാറായത്. അതിനുശേഷം അയാൾ മൊഴിയെടുക്കാൻ പോലും ഹാജരായിട്ടില്ല. അവരുടെ സൗകര്യം അനുസരിച്ച് അവർ നിൽക്കുന്നിടത്ത് പോയി പോലീസ് ആലപ്പുഴ പോലീസ് വന്ന് തിരുവനന്തപുരത്ത് മൊഴിയെടുത്തു. സാറിന്റെ ഗവൺമെന്റാണല്ലോ, സാറിന്റെ ഗവൺമെന്റ്. അതുപോലെ തന്നെയാണ് മേഘ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു
പെൺകുട്ടി, അവരുടെ കഴുത്തിന് ഗുരുതരമായി ഇവന്മാർക്കുന്ന മൃഗങ്ങളാണോ എന്നുള്ള കാര്യമാണ് ഈ അടിക്കുന്ന പോലീസുകാർ. അല്ലാതെ നല്ല, അതായത് മനുഷ്യത്വമുള്ള നല്ല മാതാപിതാക്കൾക്ക് ജന്മം നൽകി നല്ല നല്ല ആൾക്കാരുണ്ട് പോലീസിൽ. അത് നമുക്ക് അനുഭവം ഉള്ളതാണ്. അല്ല, ഇത് ഈ തല്ലുന്നത്, ഇങ്ങനെയൊക്കെ മൃഗീയമായി തല്ലുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഒരു പക്ഷേ SFI നിന്ന് വളർന്നു വന്ന് DYFI ആയതിനു ശേഷം പോലീസുകാരായവരായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഇത്രയും മൃഗീയമായിട്ട് തല്ലാനും അടിക്കാനും തോന്നുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ആയിരിക്കണം. സിദ്ധാർത്ഥനെ 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു SFI-കാരൻ, അവൻ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ അവന്റെ 20-ാമത്തെയോ 21-ാമത്തെയോ വയസ്സിലാണ് അവൻ അത് ചെയ്യുന്നത്. ആ SFI-കാരൻ പിന്നീട് വളർന്ന ഒരു SHO പോലീസുകാരനോ SIO ഒക്കെ ആയി കഴിഞ്ഞാൽ അവന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, അവൻ എങ്ങനെയായിരിക്കും പ്രതികളോട് അല്ലെങ്കിൽ വരുന്ന കക്ഷികളോട് പ്രതികരിക്കുക, പെരുമാറുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അല്ലെ, അത് മാത്രമല്ല ഈ സുമേഷ് പറഞ്ഞതിന് തുടക്കത്തില് ഒരു പോലീസുകാര് 2 പേരും കൂടി ഒരു ബാറില് പിന്നെ ഉദ്ഘാടന സ്ഥലത്ത് വന്നിട്ട് മദ്യപിച്ചിട്ട് പരസ്പരം തമ്മിലടിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു SP-യും SP-യുടെ കുടുംബവും കൂടി ബാർ ഉദ്ഘാടനത്തിന് വരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ബാർ മുതലാളിയുമായിട്ട് അവിഹിതമായിട്ട് ഒരു ബന്ധം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതിനേക്കാളും വലിയ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പോലീസുകാർക്ക് ഇത്രയധികം ബന്ധം അവരുമായിട്ടുണ്ട്. കാരണം രാഷ്ട്രീയക്കാരൊക്കെ ഇത്രയും വളരെ അവിഹിതമായിട്ട് വളരെ നഗ്നമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാമെങ്കിൽ, അവരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പോലീസുകാരായിക്കൂടാൻ തോന്നുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയുന്നത്, പോലീസ് സേന വല്ലാതെ തകർച്ചയിലാണ് എന്നുള്ളത് സുമേഷ് തുടക്കത്തിലേ പറഞ്ഞു. അത് ശരി തന്നെയാണ്. കാരണം ഒരു നശിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ, ഒരു പ്രതിബിംബമാണ് ഈ പോലീസ് എന്ന് പറയുന്നത്. പോലീസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, കാരണം ഒരു പോലീസുകാരൻ്റെ ആത്മഹത്യാ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലീസിന് ന്യായീകരണം SP ഒന്ന് പറഞ്ഞിരിക്കുന്നത്, അയാൾക്ക് കായികക്ഷമതാ പരിശോധന ഉണ്ടായിരുന്നു. 25 മിനിറ്റ് വിനീത് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, സ്പെഷ്യൽ തണ്ടർബോൾട്ടിൽപ്പെട്ട ഒരു പോലീസുകാരനാണ്. അപ്പോൾ ആ ക്യാമ്പിൽ അയാളെ ഓടിച്ചത് 25 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടണമെന്നാണ്. ആ 30 സെക്കൻഡിന് താഴെ, 30 സെക്കൻഡ് കുറവായിരുന്നു. അതുകൊണ്ട് അയാളെ കക്കൂസ് കഴിയിപ്പിച്ചു, പിന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കാൻ ഗാർഡ് ജോലി ചെയ്യിപ്പിച്ചു. അയാളുടെ ഭാര്യ പിന്നെ ഗർഭിണിയാണ്, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി 1-2 പ്രാവശ്യം ലീവ് ചോദിച്ചു, കൊടുത്തില്ല. ഇങ്ങനെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന പറയുന്നത് ഇതിപ്പം ഒറ്റപ്പെട്ട സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റപ്പെട്ട സംഭവം അല്ല. കാരണം ഇതിനു മുമ്പ് പല പോലീസുകാരും ആത്മഹത്യ ചെയ്യപ്പോൾ ഇത് ഈ നമ്മുടെ പിന്നെ പ്രതിപക്ഷം അവരുടെ ഈ നിയമസഭയ്ക്കകത്ത് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതാണ്. നമുക്ക് ഓർമ്മയുണ്ട്, നമുക്കെല്ലാം ഓർമ്മയാണല്ലോ. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ഇത് പോലീസുകാരെ ഇങ്ങനെ പീഡിപ്പിക്കരുതെന്നും പോലീസുകാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യരുതെന്നും, നമ്മുടെ നാട്ടിൻ്റെ പിന്നെ നിയമപാലകരാണ്, അവർക്ക് നല്ല പിന്നെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും അവരൊക്കെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നതാണ്. അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇനി പോലീസിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇടയ്ക്കൊക്കെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഇനി ഇത് ഉണ്ടാകാൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഒരു മാസങ്ങൾ കഴിഞ്ഞില്ല, ഇതാ വീണ്ടും ഒരു പോലീസുകാരൻ നിറയൊഴിച്ചു. അത് മാത്രമല്ല, ഇതിൽ വേറെ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത്, ഈ നമ്മൾ എല്ലാവരും കേട്ടൊരു കാര്യമാണ്, RSS നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത SDPI-കാരനായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു, പിന്നീട് സർവീസിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളത്. അതിൻ്റെ കൃത്യമായ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. നമുക്കതിൻ്റെ കൃത്യമായിട്ട് രേഖകളുണ്ട്. യഥാർത്ഥത്തിൽ ആ പാവത്തിനെ ബലിയേടാക്കുകയായിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചിട്ടാണ് ചെയ്തെങ്കിൽ ഈ പാവത്തിനെ ബലിയേടാക്കുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ആക്രിക്കടയിൽ എന്തോ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് അദ്ദേഹം ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മലയൻകീഴ് CI ആയിരുന്ന സൈജു, AV സൈജു. ഈ പുള്ളിക്കാരൻ ഒരു സ്ത്രീയുമായിട്ടുള്ളൊരു കണക്ഷൻ. ആ സ്ത്രീ ഈ ഇദ്ദേഹത്തിനെ കൊല്ലാക്കൊല ചെയ്തു. കാരണം മരണപ്പെടുന്നതിന് മുമ്പ് CI എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. സസ്പെൻഷനിലായിരുന്ന സമയത്ത് CI സയ്യു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പറയേണ്ട, അവർക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. 2 കുട്ടികളാണ് ഉള്ളത്. അവർ നമ്മുടെ ക്യാമറ മുമ്പിൽ അന്ന് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളത് പുറത്ത് വിടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പുറത്തു വിടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ. അപ്പോൾ അതിനുശേഷവും ഈ സ്ത്രീ പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു, പിന്നെ മറ്റു പല കേസുകളും എൻ്റെ പേരിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ആ സ്ത്രീ പരമാവധി എവിടെയൊക്കെ പരാതി കൊടുക്കാമോ അവിടെയൊക്കെ പരാതി കൊടുത്ത് അതിന് കൂട്ടുനിന്നത്, ആ സ്ത്രീയുടെ കാര്യം വിടാം, അതിന് കൂട്ടുനിന്നത് പോലീസിലുള്ള ആൾക്കാരാണ്. ചില ഒന്ന് രണ്ട് ഒരു പ്രധാനമായിട്ട് ഒരു വ്യക്തി അതിൻ്റെ കംപ്ലീറ്റ് രേഖകളും നമുക്കത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നിലാണ് ആ കാര്യങ്ങൾ. ആ മനുഷ്യനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം പിന്നെ ഈ തിരികെ സർവീസിൽ കയറിയിട്ടും ഈ സ്ത്രീയുടെ പക അടങ്ങിയില്ല. അവർ വീണ്ടും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. അദ്ദേഹം സസ്പെൻഷനിലായി. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വേണ്ടി ഉത്തരവിട്ടപ്പോഴാണ് അദ്ദേഹം നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഒരു മരക്കൊമ്പിൽ തൂങ്ങി വെച്ചത്. സഹിച്ചു. അപ്പോൾ ആ മനുഷ്യർ അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാമായിരുന്നു. അവർക്കറിയാം ഇത് കള്ളക്കേസാണ്, ഇത് കള്ളമാണ്, ഈ രേഖകളെല്ലാം കള്ളമാണ്. അവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ പോലീസിലുള്ള തന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ 2 ഗണങ്ങളുണ്ടല്ലോ, നല്ല മനുഷ്യത്വമുള്ള ചില ആൾക്കാരുണ്ട്. അവരൊക്കെ ചേർന്ന് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ആ ഒരു നിമിഷത്തിൽ അറസ്റ്റ് ചെയ്തു. നാളെ പത്രങ്ങളിൽ വാർത്ത വരും, സൈജു ഇതുപോലെ അറസ്റ്റിലായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് ഇറങ്ങി കിടക്കണ്ടേ. അതൊക്കെ ഇവർക്ക് ഇതുപോലുള്ള ഈ ഉദ്യോഗസ്ഥരാണ്, ഇതുപോലുള്ള കുത്തുകളാണ് ഈ ഇതിൽ തന്നെയുള്ള. ഇപ്പം നമ്മുടെ തന്നെ കാര്യം തന്നെ നമുക്കറിയാം. നമ്മുടെ ഓഫീസർ റെയ്ഡ് ചെയ്ത സമയത്ത് CI ഉൾപ്പെടെയുള്ള എത്രയോ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തി മാത്രമാണ് CIO SIO അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോ ആരും ഒരു പക പോലെ, അതായത് ഒരു DYFI-കാരൻ കാക്കി കളസം കയറ്റിക്കൊണ്ട് വന്നതുപോലെ ആയിരുന്നു അത്. നമ്മളെല്ലാവരും കണ്ടതാണ് ആ കാര്യം. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ മുമ്പ് പോലീസ് ജീപ്പ് കാണുമ്പോഴോ അല്ലെങ്കിൽ പോലീസിനെ കാണുമ്പോഴോ ഒക്കെ ഞാൻ മാത്രം പറയണല്ലോ കേട്ടോ, നമ്മൾ പലരും പറയുന്നത് സുരക്ഷിത ബോധം ഉണ്ടായിരുന്നു. ബഹുമാനം മാത്രമല്ല, സുരക്ഷിത ബോധം. പോലീസിനെ കണ്ടു കഴിഞ്ഞാലേ നമ്മളിപ്പോ ദൂരോട്ട് പോകുമ്പോഴോ ഇപ്പൊ പോലീസിന്റെ ജോലി ഞാൻ പറഞ്ഞ ഈ നിധി കാക്കുക, മറ്റേ ഒരു നിധി ഉണ്ടല്ലോ, ധർമ്മടത്ത് നിന്ന് ജയിച്ചു വന്ന നിധിയെ കാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മന്ത്രിമാർക്ക് എസ്കോർട്ട് പോവുക, പെറ്റി അടിക്കുക, ജനങ്ങൾക്ക് മറ്റേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ റോഡിൽ ഒതുക്കി വാഹനങ്ങളുടെ എല്ലാം വീഡിയോ എടുത്തുകൊണ്ടുവന്ന് അവർക്ക് ഫൈൻ കൊടുക്കുക. ഇതൊക്കെയാണ് പോലീസിന്റെ ജോലി. അതായത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നിയമ സംവിധാനത്തിൽ വിശ്വാസ്യത കുറഞ്ഞത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവർ നിയമം കയ്യിലെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മയക്കുമരുന്നിന്റെ ഒരു ഉപയോഗം വേറെ സ്വാഭാവികമാണ്. അത് ഈ പോലീസുകാർ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ഈ പോലീസിന്റെ കയ്യിലാണ് നിയമപരിപാലനം. അതിൽ ജനങ്ങൾക്ക് വിശ്വാസം വരാതെ ആവും. ഈ പോലീസ് എന്തിനുള്ള അമാരെ ഏത് മന്ത്രിയുടെ പിറകെ പോവുകയാണ്, നമ്മളൊരു പോലും ചെയ്യില്ല എന്നുള്ള ധാരണ കുറച്ച് ക്രിമിനൽ സ്വഭാവമുള്ളവരിലും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഗൂണ്ടകൾ വിളയാടുന്നത്. ആലോചിച്ച് നോക്കുക. ഒരു കേസിൽ ആ കൊലക്കേസിൽ ജീവനിന്ന് തടവിന് ശിക്ഷിക്കുകയും പിന്നെ ഹൈക്കോടതി റദ്ദാക്കിയതിന് ശേഷം പുറത്തു വരികയും ചെയ്ത വലിയൊരു ഗൂണ്ട. ആ ഗൂണ്ടയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് വല്ലാത്തൊരു ഗൂണ്ട പകപോക്കൽ നടക്കുന്നത്, ഗ്യാങ്സ്റ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മളെ ഈ പോലീസിന് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, വളരെ ഭയാനകമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആളുമാറി ഗുണ്ടകൾ കൊലപ്പെടുത്തിയ കേസുകളുണ്ട്. ഈ കേരളത്തിൽ ഒരു വർഷത്തെ കണക്കെടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു 6 or 7 വാർത്തകൾ നിറഞ്ഞതുണ്ട് ആളുമാറി കൊലപ്പെടുത്തിയത്. അതായത് ഇപ്പൊ ഞാനോ നിങ്ങളോ അല്ല, അവരുടെ കുടിപ്പക കൊണ്ടോ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആളുമാറി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളെ പോലുള്ള സാധാരണക്കാര് നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ, ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പോകും. രൂപമുള്ള വേറെ ലക്ഷ്യമെങ്കിൽ എന്റെ കാര്യം പോകാൻ അത് അങ്ങനെ 6 or 7 കേസ് എന്റെ ഓർമ്മയിൽ തന്നെ ഇപ്പൊ തന്നെ ഉണ്ട്, ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രം. എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ? അതാണ് പറഞ്ഞത്. നമ്മള് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ കോളേജിലൊക്കെ എവിടെയും കേട്ടുള്ള ബോംബെയിലാണ്. ബോംബെ എന്ന് പറയുന്ന അധോലോക കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കുടിപ്പക ഗൂണ്ടകൾ തമ്മിലടി, പിന്നെ അവർ തമ്മിൽ ഇതിനകത്ത് പോലീസ് പക്ഷം പിടിക്കുന്നത്, ഭരിക്കുന്ന ഗവൺമെന്റ് പക്ഷം പിടിക്കുന്നത് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ബോംബെ നടക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് അതൊക്കെ ബോംബെയിലൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പം മറന്നുപോയി. നമ്മുടെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്ത് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന്റെ താഴെ ഇതെല്ലാം നടക്കുന്നു. ഓരോ കാര്യങ്ങളും പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഭരിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് ഈ ഗൂണ്ടകളുമായിട്ട് ഈ 2 ഗ്യാങ്ങുകളുമായിട്ടും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഗ്യാങ്ങുകൾക്കും നല്ല ശക്തിയുണ്ട്. കാരണം ഭരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് ഈ ഗ്യാങ്ങുകളെല്ലാം നല്ല ശക്തമാണ്. ഗ്യാങ്ങുകൾ പരസ്പരം അടിക്കുന്നു. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് പറയുന്നത്, നമ്മുടെ സാധാരണ ജനത്തിന്റെ ജീവിതം വല്ലാതെ വേണമെന്ന് നായ നക്കിയതുപോലെ ആയിരിക്കുന്നു ഈ കേരളത്തിൽ എന്നുള്ളത് തീർച്ചയായും. അല്ല, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഇതൊന്നും
പെട്ടെന്നൊന്നും നേരെയായി വരാൻ ഈ അടുത്തൊരു ഭരണകാലം കൂടി വന്നു കഴിഞ്ഞാൽ പോലും നേരെയാകി മന്ത്രി പോലും ഒരു മുൻ മന്ത്രി പോലും നിന്ന് പിന്നെ സ്റ്റേജിൽ നിന്ന് കുരയ്ക്കുകയാണ്. നമ്മൾ അങ്ങനെ തിരിച്ചടിക്കണം, നമ്മൾ ഞാനങ്ങനെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഈ ഗ്യാങ്ങുകളെ വളർത്തുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, തിരിച്ച് അവന്മാര് തന്നെ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ തിരിയുന്ന ഒരു സമയമുണ്ട്. എവിടെ തിരിയുന്നത്? അല്ല, ഉണ്ടാവും. കാരണം രാഷ്ട്രീയക്കാര്, ചേട്ടൻ ഒരു കാര്യം മനസ്സിലായി, രാഷ്ട്രീയക്കാരെ ഒരു ചുക്കും ചെയ്യില്ല, ഒരുത്തരും ഒന്നും ചെയ്യില്ല. അതായത് ഒരുത്തരും ഒന്നും ചെയ്യില്ല. ചരിത്രമുണ്ടോ? ഏതെങ്കിലും, ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു അധികാരമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ റോഡരികിലെ ഗട്ടറിൽ വീഴുന്ന മരിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇതുപോലെ എന്താണ് പിന്നെ ഒരു റോഡ് അപകടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽപ്പെട്ട് അയാൾ മരണപ്പെട്ടതായിട്ട് അറിയാമോ? ഏതെങ്കിലും ഒരു പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ വീട് ജപ്തി ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? അധികാരമുള്ളവൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ മക്കള് തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലും ഒരു എല്ലാവർക്കും ജോലിയുണ്ട്, ജോലി അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള സമ്പത്തുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? എല്ലാം വൃത്തികേടുകളും ഉണ്ട്, അതിനോടൊപ്പം അധികാരവും കൂടെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ഇന്നത് വരെ എൻ്റെ അറിവിലില്ല. ഒരു രാഷ്ട്രീയക്കാരനും റോഡിലെ ഗട്ടറിൽ വീണ് മരിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനെയും വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്നിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനെയും കാട്ടാന ചവിട്ടി കൊന്നിട്ടില്ല. ചത്തതും കൊന്നതും എല്ലാം ഈ സാധാരണക്കാരായ പാവപ്പെട്ട ആദിവാസികളും അതുപോലെ നമ്മളെ പോലെയുള്ള അത്തപ്പാടികളുമാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ, ജനങ്ങൾക്ക് വെളിവ് വീഴട്ടെ. ജനങ്ങളാണ് ശക്തി. ജനങ്ങളുടെ ശക്തി എന്താണെന്നുള്ള കാര്യം ഇനിയെങ്കിലും ഇവന്മാരൊന്നും അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മളിപ്പോൾ വീട്ടിൽ ഒരു കള്ളൻ നമ്മളുടെ അടുത്ത്, ഞാൻ നിന്റെ വീട്ടിൽ ഇന്ന് മോഷ്ടിക്കാൻ ഞാൻ താങ്കളുടെ വീട്ടിൽ മോഷ്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്നേ ദിവസം വൈകുന്നേരം 8 മണിക്ക് താങ്കളുടെ വീട്ടിൽ മോഷ്ടിക്കാനായി കയറിക്കോട്ടെ, താങ്കളുടെ അനുവാദം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കള്ളൻ നമുക്ക് ലഭ്യ തരില്ലല്ലോ. അവൻ ഓടിളക്കിയോ വീട്ടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചോ ഒക്കെ ആയിരിക്കും, ജനൽ കമ്പി വളച്ചോ ഒക്കെ ആയിരിക്കും അകത്ത് കയറുന്നത്. അതുപോലെ തന്നെയാണ് അതിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ പിടിച്ച് പോലീസിലേപ്പിക്കും, അല്ലെങ്കിൽ ഒരു വെള്ളം ഇടിയും കൊടുത്തിട്ട് പിടിച്ച് റോഡിൽ കെട്ടി വെച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഭരിക്കുന്നവർ ഇതുപോലെയാണ്, അവരും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ്, അവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യങ്ങളല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ കള്ളന്മാരോട് നമ്മൾ എന്താണ് പറഞ്ഞത്, ആ രീതിയിൽ തന്നെ ചെയ്യണം. ജനങ്ങൾ ചിന്തിക്കണം, അല്ലാതെ ഇതിന് ഒരു അറുതിയും വരുമെന്ന് തോന്നുന്നില്ല.